കടങ്ങോട് മേഖലയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. 4 ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. അന്തിക്കാട് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന കഞ്ചാവ് ലഹരി മരുന്ന് വിൽപ്പന സംഘത്തെ അമർച്ച ചെയ്യാൻ ജാഗ്രതയോടെ പോലീസ്. ലഹരി മാഫിയയുടെ വേരറുക്കാൻ പൊതുജനങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് പോലീസ്. പാലപ്പള്ളി എച്ചുപാറയിൽ പുലിയിറങ്ങി പോത്തിനെ കൊന്നു. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നു. വർഷങ്ങളായുള്ള ജനകീയ ആവശ്യത്തിന് സർക്കാരിന്റെ പച്ചക്കൊടി. പരിയാരം വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുമതിയായി. വാർത്തകൾ വിശദമായി. കടങ്ങോട് മേഖലയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. 4 ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, ആലീശ്വരം ശിവക്ഷേത്രം, പാറപ്പുറം കളപ്പുറത്ത് അയ്യപ്പ ക്ഷേത്രം, അന്തിമഹാകാളൻകാവ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ റോഡരികിലുള്ള ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. ആലീശ്വരം ശിവക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരം ഇളക്കിയെടുത്ത് മുൻവശത്ത് കൊണ്ടുവന്നാണ് കുത്തിത്തുറന്നത്. പുനരുദ്ധാരണം നടക്കുന്ന ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയത്. കളപ്പുറത്ത് അയ്യപ്പക്ഷേത്രത്തിൽ മുൻവശത്ത് റോഡിനോട് ചേർന്നുള്ള ഭണ്ഡാരം കുത്തിത്തുറന്നും പുറകിലെ പ്രതിഷ്ഠയോട് ചേർന്ന് സ്ഥാപിച്ച ഭണ്ഡാരം ഇളക്കിയെടുത്ത് കുത്തിത്തുറന്നുമാണ് പണം കവർന്നത്. അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിലെ 5 ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. ശ്രീകോവിലിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള 2 ഭണ്ഡാരവും ക്ഷേത്രത്തിലെ മറ്റ് പ്രതിഷ്ഠകളോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള 3 ഭണ്ഡാരങ്ങളും കുത്തിത്തുറന്നാണ് പണം കവർന്നിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നിട്ടുള്ളത്. കൈക്കുളങ്ങര ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്നത് പുലർച്ചെ 4 മണിക്കാണ്. പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരായ 2 പേർ മോഷ്ടാവിനെ കണ്ടതായി പറയുന്നു. ഇവരെ കണ്ട ഉടൻ മോഷ്ടാവ് ചുവപ്പ് നിറത്തിലുള്ള മോപ്പഡിൽ കയറി രക്ഷപ്പെട്ടതായും നാട്ടുകാർ പറഞ്ഞു. TCV എരുമപ്പെട്ടി. അന്തിക്കാട് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന കഞ്ചാവ് ലഹരി മരുന്ന് വിൽപ്പന സംഘത്തെ അമർച്ച ചെയ്യാൻ ജാഗ്രതയോടെ പോലീസ്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ കീഴിലുള്ള അന്തിക്കാട് പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡാണ് ഊർജിത പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിങ്ങോട്ടുകരയിൽ നിന്നും അരിമ്പൂരിൽ നിന്നും കഞ്ചാവും ചരസും ഈ സ്ക്വാഡ് പിടികൂടിയിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മാഫിയകൾ പ്രവർത്തിക്കുന്നതിനാൽ സ്കൂൾ പരിസരങ്ങൾ സ്ക്വാഡിന്റെ കനത്ത നിരീക്ഷണത്തിലായിരിക്കും. സമീപകാലത്ത് അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 15-ൽ പരം കേസുകൾ കഞ്ചാവ് കൈവശം വച്ചതിനും 5 കേസുകൾ കഞ്ചാവ് വിൽപ്പനയ്ക്കും ഹാൻസ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് 40ഓളം കേസുകളും എടുത്തിട്ടുണ്ട്. SI KS സൂരജിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് ലഹരി സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. സ്കൂൾ പരിസരത്ത് കഞ്ചാവ് ചരസ് വിൽക്കാനെത്തിയ സംഘങ്ങളെ പിടികൂടിയ വാർത്ത അധ്യാപകരിലും രക്ഷിതാക്കളിലും ഞെട്ടലുളവാക്കി. ഇത്തരം മാഫിയകളെ വേരോട് പിഴുതുമാറ്റാൻ പൊതുജനങ്ങളോട് രഹസ്യവിവരങ്ങൾ നൽകാൻ SI സൂരജ് ആവശ്യപ്പെട്ടു. തുടർന്ന് ഞങ്ങൾക്ക് വളരെയധികം ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും ലഹരി വിൽപ്പന സ്കൂൾ പരിസരങ്ങളിൽ നടക്കുന്നതായിട്ട്. അതിൻ്റെ ഭാഗമായി ശക്തമായിട്ടുള്ള സെർച്ചുകളും മറ്റും ഞങ്ങൾ ഇനിയും ഭാവിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും അന്തിക്കാട് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ അന്തിക്കാട് പോലീസ് റെഡിയാക്കിയിട്ടുണ്ട്. ലഹരി വിൽപ്പനയെക്കുറിച്ചോ മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അന്തിക്കാട് SIയെ 9497980522 എന്ന നമ്പറിൽ അറിയിക്കാം. വിവരം നൽകുന്നവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. TCV ന്യൂസ്, അന്തിക്കാട്. പാലപ്പള്ളി എച്ചുപാറയിൽ പുലി ഇറങ്ങി പോത്തിനെ കൊന്നു. പാലപ്പള്ളി സ്വദേശി വർഗീസിന്റെ പോത്തിനെയാണ് പുലി പിടിച്ചത്. ചിമ്മിനി ഡാം റോഡിനോട് ചേർന്ന് 10 മീറ്റർ അകലെയാണ് പുലിയിറങ്ങിയത്. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 5 മാസത്തിനിടെ 3ാം തവണയാണ് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത്. ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നു. 2 ഏക്കർ വാഴത്തോട്ടത്തിലെ 50ഓളം വാഴകൾ നശിപ്പിച്ചു. ചിറ്റണ്ട പൂങ്ങോട് കൊട്ടശ്ശേരി ചന്ദ്രന്റെ വാഴത്തോട്ടത്തിലെ വാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. ചിറ്റണ്ട പടിഞ്ഞാട്ടുമുറി പാടശേഖരത്തിലെ പാകമായ നെൽച്ചെടികൾ കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. പണം വായ്പയെടുത്തും സ്ഥലം പാട്ടത്തിനെടുത്തുമാണ് ഭൂരിഭാഗം കർഷകരും ഇവിടെ കൃഷി ഇറക്കുന്നത്. തീറ്റ കിട്ടണില്ല ഒന്നാമത്തെ കാര്യം. അവർക്ക് തിന്നല്ലാത്ത കാരണമാണ് നാട്ടിൽ 4 പുറം കമ്പിവേലിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ 3 മണ്ണിടിച്ച് പൊത്തുണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. 4 പുറം കമ്പിവേലിട്ടുണ്ട്. എന്നിട്ട് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു പിടിയിലാണ്. ഇപ്പോൾ നെല്ലും ഇതേമാതിരി തന്നെ അവസ്ഥ. നെല്ല് പാടത്തും തന്നെ പറമ്പിലും ഇപ്പോൾ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കിഴങ്ങുവർഗ്ഗങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കടം മേടിച്ചിട്ടും ഒക്കെ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ കൂലിയും ഒക്കെ കൂടി നോക്കുമ്പോൾ ഭയങ്കര നഷ്ടത്തിലാണ് പോകുന്നത്.
നിരവധി തവണ പരാതി നൽകിയിട്ടും വനപാലകർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. പരിയാരം വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചു. വർഷങ്ങളായുള്ള ജനകീയ ആവശ്യത്തിനാണ് ഇപ്പോൾ സർക്കാർ അനുമതിയായത്. BD ദേവസി MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. പരിയാരം വില്ലേജ് ഓഫീസിന് 4 പതിറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടടുത്തുള്ള പ്രസ്തുത സ്ഥാപനം ജീർണാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. ചോർന്നൊലിക്കുന്ന മുറികളും ചിതലരിക്കുന്ന അലമാരകളുമായാണ് ഇത്രയും നാൾ ഈ റവന്യൂ വകുപ്പ് കാര്യാലയം മുന്നോട്ട് നീങ്ങിയത്. മഴ പെയ്താൽ ചോർച്ചയില്ലാതെ ഇതിനകത്തിരിക്കുന്നതും പ്രയാസമായി മാറിയിരുന്നു. മുകളിൽ ഷീറ്റ് വിരിച്ചെങ്കിലും കാര്യമായ പ്രയോജനമുണ്ടായില്ല. നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന കെട്ടിടം പുതുക്കി നിർമ്മിക്കുന്നതിന് BD ദേവസി MLA വർഷങ്ങളായി ആരംഭിച്ച പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഫലം കാണുന്നത്. വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇതോടെ നിറവേറുന്നതെന്ന് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ജനീഷ് P. ജോസ് പറഞ്ഞു. പരിയാരം ഗ്രാമപഞ്ചായത്തും ഓടശ്ശേരി പഞ്ചായത്തിന്റെ എലിഞ്ഞിപ്ര ഭാഗവും ഉൾപ്പെട്ട ഏകദേശം 20 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ വരുന്ന പരിയാരം വില്ലേജ് ഓഫീസ് തകർച്ചയുടെ വക്കിലാണ്. ഇപ്പോൾ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് MLADS ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ഈ വില്ലേജ് എന്ന ഒരു കെട്ടിടം പണിയാനായിട്ട് അനുമതി ലഭിച്ചു. അധികം വൈകാതെ തന്നെ 3 മാസത്തിനുള്ളിൽ നമുക്ക് ആ ബിൽഡിംഗ് പണിത് ഒരു നല്ലൊരു വില്ലേജ് ഓഫീസായിട്ട് മാറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. 400 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. പരിയാരം പഞ്ചായത്തും കോടശ്ശേരി പഞ്ചായത്തിന്റെ എലിഞ്ഞിപ്ര ഭാഗവും പരിയാരം വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ വരും. TCV ചാലക്കുടി. ആനമല റോഡിലെ കൂടപ്പുഴ പള്ളിപ്പുറം പാലം തകർന്നിട്ടും അധികൃതർ മൗനം പാലിക്കുന്നതായി ആക്ഷേപം. കൂടപ്പുഴ കപ്പേളയ്ക്ക് സമീപമുള്ള പൊതുമരാമത്ത് പാലമാണ് വർഷങ്ങളായി നിലനിൽപ്പ് ഭീഷണി നേരിടുന്നത്. കരിങ്കല്ലുകൾ ഇടിഞ്ഞ് അടിത്തറ ഇളകുന്നതാണ് ഇവിടത്തെ പ്രശ്നം. ഇത്തവണത്തെ പ്രളയത്തിൽ കൂടുതൽ കല്ലുകൾ ഇളകി മാറി. ഇതോടെ മേൽത്തട്ടിലെ സ്ലാബുകളും താഴേക്കിരുന്നു. ഇതിന്റെ ഫലമായി റോഡിലെ ടാറിങ്ങും ഇളകിമാറി ഗർത്തം രൂപം കൊണ്ടു. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇടവേള. വാർത്തകളിലേക്ക്. കൊടകര കുന്നത്തൃക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വൃശ്ചിക ഷഷ്ഠി ആഘോഷങ്ങൾ വർണ്ണാഭമായി. പൂന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് കുന്നിൻ മുകളിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അഭിഷേക സംഘം പുറപ്പെട്ടതോടെയാണ് ഷഷ്ഠി ആഘോഷത്തിന് തുടക്കമായത്. വിവിധ കാവടി സമാജങ്ങളുടെ അഭിഷേകവും കുന്നത്തൃക്കോവിൽ ക്ഷേത്രത്തിൽ നടന്നു. 20 കാവടി സെറ്റുകളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കെടുത്തത്. പൂന്നിലാർക്കാവ് ക്ഷേത്ര മൈതാനത്തെത്തിയ കാവടി സെറ്റുകൾ ഊഴമനുസരിച്ച് പൂന്നിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ പ്രവേശിച്ച് പകലാട്ടം നടത്തി. കാവടിക്ക് പുറമെ നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, ദേവനൃത്തം എന്നിവയും ഷഷ്ഠി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കൊടകര ഷഷ്ഠി മഹോത്സവത്തിന്റെ തിക്കും തിരക്കിനുമിടയിൽ വയോധികയുടെ മാല കവർന്ന തമിഴ്നാട് സ്വദേശിനികളെ 1 മണിക്കൂറിനുള്ളിൽ ചാലക്കുടി ഡിവൈഎസ്പി CR സന്തോഷിന്റെ കീഴിലുള്ള പ്രത്യേക പോലീസ് സംഘം പിടികൂടി. മധുര സ്വദേശിനികളായ ജ്യോതി, ശുഭ എന്നിവരാണ് മഫ്തിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ക്രൈം സ്ക്വാഡ് അംഗങ്ങളുടെ പിടിയിലായത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടതായി സംശയിക്കുന്നു. പൊട്ടിച്ചെടുത്ത മാല ഇയാൾ കൊണ്ടുപോയതായി ഇവർ സമ്മതിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും സമാനമായ കേസിൽ നിരവധി തവണ പിടിക്കപ്പെട്ടിട്ടുള്ളവരും 40-ലധികം കേസിൽ പ്രതികളുമാണിവർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 2019-20 വർഷത്തേക്കുള്ള പദ്ധതികൾ ജില്ലാ ആസൂത്രണ സമിതിക്ക് സമയബന്ധിതമായി സമർപ്പിച്ചതിന് താന്യം പഞ്ചായത്തിന് നേട്ടം. 124 പദ്ധതികളിലായി 6.47 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം ലഭിച്ചത്. ഈ അംഗീകാരം നേടുന്ന സംസ്ഥാനത്തെ 6ാമത്തെയും ജില്ലയിലെ ആദ്യത്തെയും പഞ്ചായത്താണ് താന്യം പഞ്ചായത്തെന്ന് പ്രസിഡന്റ് PS രാധാകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നികുതി പിരിവിൽ 100% പൂർത്തിയാക്കിയതിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം താന്യം പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയ്പമംഗലത്ത് 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ചളിങ്ങാട് LBS കോളനിയിലെ തട്ടേക്കാട്ട് വീട്ടിൽ ശാന്തകുമാരി, കൂനിപ്പറമ്പ് മാളിയേക്കൽ പറമ്പിൽ റുക്സാന എന്നിവർക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. സഹകരണ വകുപ്പിന്റെ 4 ലക്ഷം രൂപയും സർക്കാരിന്റെ 95,000 രൂപയും ചെലവിട്ട് 450 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിക്കുന്നത്. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ശാന്തകുമാരിയുടെ വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. EK ദേവാനന്ദൻ അധ്യക്ഷത വഹിച്ചു.
CD ജീജ, സഹകരണ വകുപ്പ് സൂപ്രണ്ട് VR ബിന്ദു, വില്ലേജ് ഓഫീസർ NX ഫിലോമിന എന്നിവർ പങ്കെടുത്തു. വർണ്ണാഭമായ പൂക്കാവടികളും കണ്ണഞ്ചിപ്പിക്കുന്ന അമ്പലക്കാവടികളുമായി എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. പുലർച്ചെ പള്ളിയുണർത്തൽ ചടങ്ങുകളോടെ ഷഷ്ടി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ വിശേഷാൽ പൂജകളും നടന്നു. പ്രത്യേക വഴിപാടായ ഇളനീർ അഭിഷേകത്തിന് നിരവധി ഭക്തരെത്തി. രാവിലെ 7 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങി. 11 ദേശങ്ങളാണ് ഈ വർഷത്തെ ഷഷ്ടി ആഘോഷത്തിൽ അണിനിരന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുല്ലാങ്കുഴലിൽ 1ാം സ്ഥാനം നേടിയതോടെ അന്തിക്കാട് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന യദുകൃഷ്ണൻ നാട്ടിലെ താരമായി മാറിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഓടക്കുഴൽ വിഭാഗത്തിലാണ് മുറ്റിച്ചൂർ പടിയം സ്വദേശി പൈനൂർ വീട്ടിൽ യദുകൃഷ്ണൻ എ ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. വലിയച്ഛൻ സന്തോഷിന്റെ പുല്ലാങ്കുഴൽ വായനയിൽ ആകൃഷ്ടനായതാണ് യദുകൃഷ്ണന്റെ കലാകാരന് ഉണർവേകിയത്. യദുവിന്റെ വാസന മനസ്സിലാക്കിയ അദ്ദേഹമാണ് സ്വരങ്ങൾ ഒന്നൊന്നായി പഠിപ്പിച്ചത്. വെല്ലിശനാണ് ആദ്യമായിട്ട് ഫ്ലൂട്ട് വാങ്ങിച്ചു തന്നതും സ്വരസ്ഥാനങ്ങൾ പറഞ്ഞെന്ന് അങ്ങനെ പഠിപ്പിച്ചതും. പിന്നെയാണ് പാലുവായി മുരളീധരൻ മാഷിൻ്റെ അടുത്ത് പോയത്. മാഷും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ ഇങ്ങനെ സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ എല്ലാവരോടും നന്ദി പറയാണ്. ഒഴിവു സമയങ്ങളിൽ വീട്ടിലെ മാഞ്ചുവട്ടിലും തൊടിയിലും ചെന്നിരുന്ന് പുല്ലാങ്കുഴൽ വായിക്കുന്നത് യദുവിനൊരു ഹരമായി തീർന്നു. ഗുജറാത്തിൽ പേന നിർമ്മാണ കമ്പനി നടത്തുന്ന ഉല്ലാസും ഭാര്യ ദീപയും മകനെ പാലുവായി മുരളീധരന്റെ കീഴിൽ പുല്ലാങ്കുഴൽ പരിശീലിപ്പിക്കാൻ എത്തിക്കുകയായിരുന്നു. തുടർന്നങ്ങോട്ട് ഗുരുവിന്റെ പ്രിയ ശിഷ്യനായി പരിശീലനം. യദുകൃഷ്ണന്റെ പുല്ലാങ്കുഴലിലൂടെ ഒഴുകിവരുന്ന ശ്രുതിമധുരമായ ശബ്ദം പൈനൂർ തറവാട്ടിലെ എല്ലാവരും ആസ്വദിക്കുന്നു. എൻ്റെ മകൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡോടുകൂടി 1ാം സ്ഥാനത്തെത്തിയതിൽ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ശരിക്കും ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. സഹോദരൻ ഉദയ് കൃഷ്ണയും മുത്തശ്ശനും മുത്തശ്ശിയും യദുവിന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ കൂടെയുണ്ട്. നല്ലൊരു ഗായിക കൂടിയാണ് യദുവിന്റെ മുത്തശ്ശി. തുടർന്നും പരിശീലനം നടത്താനും അറിയപ്പെടുന്ന ഒരു കലാകാരനായി വളരണമെന്നുമാണ് യദുകൃഷ്ണന്റെ ആഗ്രഹം. TCV ന്യൂസ്, അന്തിക്കാട്. ഗ്യാസ് സ്റ്റൌവിൽ നിന്ന് തീ പടർന്ന് തട്ടുകട കത്തിയമർന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ 10ാം കല്ലിൽ അമ്മാട്ടിക്കുന്ന് കൊരേക്കാടൻ ഹൈദറിന്റെ അഡാർ തട്ടുകട എന്ന സ്ഥാപനമാണ് കത്തിനശിച്ചത്. തട്ടുകട പ്രവർത്തനം ആരംഭിച്ച് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. ഗ്യാസ് സ്റ്റൌവിലെ ചൂടായ എണ്ണയിലേക്ക് പടർന്ന തീ മേൽക്കൂരയിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പനയോല കൊണ്ടുള്ള മേൽക്കൂരയും കടയിലെ സാധനങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്ന് തീയണച്ചു. SI KC രതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മനക്കൊടി ചേറ്റുപുഴ പാടത്തെ റോഡ് വീതി കൂട്ടി സൗന്ദര്യവൽക്കരിക്കാൻ തീരുമാനം. മുരളി പെരുന്നെല്ലി MLA വിളിച്ചു ചേർത്ത ചേറ്റുപുഴ പാടത്തെ ഭൂ ഉടമകളുടെ യോഗത്തിലാണ് ചേറ്റുപുഴയുടെ മുഖച്ഛായ മാറ്റുന്നതിനു വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. റോഡിനിരുവശവും വീതി കൂട്ടി സുരക്ഷാഭിത്തി നിർമ്മിച്ച് സൗന്ദര്യവൽക്കരണം നടത്താനാണ് പദ്ധതി. റോഡിനിരുവശവും ടൈൽ വിരിച്ച് നടപ്പാതയും ഹാൻഡ് റെയിലും സ്ഥാപിക്കും. പാടശേഖരത്തോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കും. കുട്ടികൾക്കായി മിനി പാർക്കും നിർമ്മിക്കും. പ്രഭാത സവാരിക്കാർക്ക് കൂടി ഉപയോഗപ്രദമായ രീതിയിലായിരിക്കും നടപ്പാത നിർമ്മാണം. പുൽത്തകിടികളും പ്രദേശത്ത് നിർമ്മിക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 400 മീറ്ററോളം ദൂരത്തിൽ 2 മീറ്റർ വീതിയിൽ ഇരുഭാഗത്തു നിന്നുള്ള സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് ചേറ്റുപുഴ പാടത്തെ റോഡിന് ഇരുവശത്തുള്ള കൃഷിക്കാരുടെ യോഗം നടന്നത്. 11 കർഷകരുടെ സ്ഥലമാണ് ഇതിനുവേണ്ടി നൽകുന്നത്. സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം എത്തുന്നതിന് മുൻപേ ഭൂമി വിട്ടു നൽകിയ ഇവരുടെ മനസ്സിനെ MLA പ്രശംസിച്ചിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റിൽ ഫ്ലഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് കവിഞ്ഞ് വെള്ളം ഇപ്പുറത്തേക്ക് പോയി. നമ്മൾ കഴിഞ്ഞ ദിവസം മണ്ണൂർ MLA പിന്നെ ഈ 2 ഭാഗത്തുള്ള കൃഷിക്കാർ പിന്നെ പഞ്ചായത്തിലെ പ്രതിനിധികളെല്ലാവരും കൂടിയിട്ട് ഉദ്യോഗസ്ഥരെ കൂടിയിട്ട് യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർഷകർ അഡ്വാൻസ് ആയിട്ട് നമുക്ക് സ്ഥലം വിട്ടു തരാമെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ റോഡിനായി സ്ഥലം വിട്ടുനൽകുന്നവരുടെ മറ്റൊരു യോഗം വിളിക്കാനും തീരുമാനിച്ചു. TCV ന്യൂസ്, അന്തിക്കാട്.
പാവർട്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ ദുരൂഹ മരണത്തിൽ നീതി തേടി മകൾ സ്വാതിയും ഭാര്യ ഷീബയും സിപിഐയുടെ സായാഹ്ന ധർണയിൽ പങ്കുചേർന്നു. മരണത്തിനു ശേഷം ഉദ്യോഗസ്ഥരുടെ പീഡനം തുടരുന്നതായാണ് സ്വാതി ആരോപിച്ചത്. പൊതുയോഗത്തിൽ ഇടറിയ സ്വരത്തിലുള്ള സ്വാതിയുടെ വാക്കുകൾ കേട്ടുനിന്നവരെയും കണ്ണീരിലാഴ്ത്തി. അച്ഛന്റെ മരണത്തിൽ സത്യം പുറത്തുവരണമെന്ന് മകൾ ആവശ്യപ്പെട്ടു. സിപിഐ മണലൂർ മണ്ഡലം കമ്മിറ്റി പാവർട്ടി സെന്ററിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് യോഗത്തിൽ അധ്യക്ഷനായി. അരുൺ ക്രിസ്റ്റോയ്ക്ക് ഇത് ജന്മസാഫല്യം. 1.5 വർഷമായി പെരിഞ്ഞനത്തെ അനാഥാലയമായ ഷാലോം സദനിൽ കഴിയുന്ന 6 വയസ്സുകാരൻ അരുൺ ക്രിസ്റ്റോയെ തേടി മാതാപിതാക്കളെത്തി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സദനിലെത്തിയ മാതാപിതാക്കളെ നടത്തിപ്പുകാരായ സിസ്റ്റേഴ്സ്, പ്രദേശവാസികൾ, കുട്ടിപ്പടിക്കുന്ന പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ, മതിലകം BRC അധികൃതർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കുഞ്ഞനിയനോടൊപ്പം എത്തിയ മാതാപിതാക്കൾ ക്രിസ്റ്റോയെ വാരി പുണർന്നപ്പോൾ അവരോടൊപ്പം കണ്ടുനിന്നവരുടെ കണ്ണുകളും നിറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ഗാനങ്ങൾ ആലപിച്ച് മിമിക്രി അവതരിപ്പിച്ചാണ് ക്രിസ്റ്റോ യാത്ര ചോദിച്ചത്. ജീവിത പ്രയാസങ്ങൾ കാരണം ജനിച്ചയുടനെ മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി വഴി കണ്ണൂരിലുള്ള അനാഥാലയത്തിന് കൈമാറുകയായിരുന്നു. 2 വർഷം മുൻപ് പെരിഞ്ഞനത്തെത്തിയതോടെ ക്രിസ്റ്റോയുടെ ജീവിതം മാറി. പാടാനും മിമിക്രി അവതരിപ്പിക്കാനുള്ള കഴിവ് കണ്ടെത്തിയ സിസ്റ്റർമാർ പരിശീലനവും പ്രോത്സാഹനവും നൽകി. ക്രിസ്റ്റോയുടെ റിയാലിറ്റി ഷോ വൈറൽ ആയതോടെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ജീവിത ചുറ്റുപാടുകൾ മാറിയതിനൊപ്പം ഇവർക്ക് മറ്റൊരു കുട്ടി കൂടി ജനിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ നിയമ നടപടികൾ ആരംഭിച്ചത്. ഹൈക്കോടതി കനിഞ്ഞതോടെ ക്രിസ്റ്റോ സനാഥനായി. TCV ന്യൂസ്, കയ്പമംഗലം. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് ഗൃഹനാഥൻ പരിക്കേറ്റ കേസിൽ അയൽവാസിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നത്തങ്ങാടി ചിറമ്മൽ വീട്ടിൽ ബൈജുവിനെയാണ് SI KS സൂരജ് അറസ്റ്റ് ചെയ്തത്. കുന്നത്തങ്ങാടി സേവന റോഡിൽ പൂപ്പാടി വീട്ടിൽ സെബിക്കാണ് ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പൊതുമേഖലാ സ്ഥാപനമായ കാംകോ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി തൊഴിലാളി യൂണിയനുകൾ ആരോപിച്ചു. സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത ഇരട്ടിയായിട്ടും അതനുസരിച്ച് ഉൽപാദനം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് യൂണിയനുകൾ വാദിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം മാനേജ്മെന്റ് വിഭാവനം ചെയ്തതിന്റെ 40% പോലും ഉൽപാദനം കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ചൂണ്ടിക്കാട്ടി. മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ പിടിപ്പുകേടും മാനേജ്മെന്റിന്റെ അനാസ്ഥയുമാണ് കമ്പനിക്ക് വിനയായിട്ടുള്ളതെന്നാണ് തൊഴിലാളികളുടെ വാദം. ഇടക്കാലത്ത് അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക് തള്ളപ്പെട്ട പഴങ്കഞ്ഞി പുതിയ രൂപത്തിൽ തീന്മേശയിലെത്തിയപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. കൊടുങ്ങല്ലൂരിൽ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലാണ് പഴങ്കഞ്ഞി വിളമ്പുന്ന ഹോട്ടൽ തുറന്നിട്ടുള്ളത്. 12 മണിക്കൂർ മുൻപ് വേവിച്ച നല്ല നാടൻ ചോറ്, അതിൽ ഉള്ളിയും മുളകും അല്പം തൈരും ചേർക്കുന്നതോടെ പഴങ്കഞ്ഞി തയ്യാർ. ഒപ്പം നല്ല മരച്ചീനി പുഴുങ്ങിയതുമുണ്ട്. 50 രൂപയ്ക്ക് വയറും മനസ്സും നിറയ്ക്കാം. ഒപ്പം പഴമയുടെ രുചിയും. പഴങ്കഞ്ഞി എന്നത് വെറും പഴങ്കഥയല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പഴങ്കഞ്ഞി പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ദഹനം സുഗമമാകുകയും ദിനം മുഴുവൻ ശരീരത്തിന് തണുപ്പ് ലഭിക്കുകയും ചെയ്യും. സെലേനിയം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ സന്ധിവാതം, ഹൃദയസംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ എന്നിവ ഒരു പരിധിവരെ തടയാൻ പഴങ്കഞ്ഞിക്കാകും. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്ന പഴങ്കഞ്ഞി നിത്യവും കഴിക്കുന്നത് ചർമ്മത്തിന് തിളക്കം നൽകാനും ചെറുപ്പം നിലനിർത്താനും ഉപകരിക്കും. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ എന്നിവ കുറയ്ക്കാൻ പഴങ്കഞ്ഞിക്ക് കഴിയും. ചർമ്മരോഗങ്ങൾ, അലർജി എന്നിവയെ നിയന്ത്രിക്കുന്നതിനും ശരീരത്തിലെ കൊഴുപ്പിനെ എളുപ്പത്തിൽ വിഘടിപ്പിക്കുന്നതിനും പഴങ്കഞ്ഞി ഉപയോഗപ്രദമാണ്. കുത്തരി കൊണ്ടുള്ള പഴങ്കഞ്ഞിയിൽ മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ബലം വർദ്ധിക്കുന്നു. മേത്തല സ്വദേശി താണിയത്ത് അജിത്താണ് കൊടുങ്ങല്ലൂരിന് മുന്നിൽ പഴങ്കഞ്ഞി വിളമ്പുന്നത്. പണ്ട് കാലത്ത് കാരണന്മാർ കഴിച്ചിരുന്ന ഈ കാന്താരി മുളക് സംഭവങ്ങളൊക്കെ ചെറുള്ളിയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ തലേ ദിവസം കഞ്ഞിയിലിട്ട് വയ്ക്കും. എന്നിട്ട് കഞ്ഞിയും മീൻകറി തലേ ദിവസം ഉണ്ടാക്കും. അതിൽ ഈ ഒന്നിൽ ഉണക്കവാള അല്ലാന്നുണ്ടെങ്കിൽ അത് വറ്റിച്ച കറി ആയിക്കോളും.
കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡായിട്ട് തേങ്ങാപ്പീര, കൊഴുവയും കൂടി ചിക്കിയ ചമ്മന്തി, പിന്നെ ചുട്ടരച്ച ചമ്മന്തി, അച്ചാറും പപ്പടവും, കൊള്ളി ഉണ്ടാവും ഇതിൽ തന്നെ, പിന്നെ തൈരും കൂടി കൊടുക്കും. 4 മാസം മുൻപ് ദുബായിൽ നിന്നും മടങ്ങി വന്ന അംജിത്ത് സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് തുടങ്ങിയ ഹോട്ടലിൽ 4 ദിവസം മുൻപാണ് പഴങ്കഞ്ഞി വിഭവമായത്. രാവിലെ 7 മുതൽ അജിത്തിന്റെ ഹോട്ടലിൽ പഴങ്കഞ്ഞി കുടിക്കാൻ ആളുകൾ എത്തിത്തുടങ്ങും. കൊടുങ്ങല്ലൂരിന് പുറത്തു നിന്ന് പോലും ആളുകൾ പഴങ്കഞ്ഞി തേടി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മൺപാത്രത്തിൽ നിറയുന്ന കഞ്ഞിയും ചുടിയുള്ള തൊടുകറികളും ഭക്ഷണപ്രിയരുടെ നാവിന് സദ്യ ഒരുക്കുമ്പോൾ പഴങ്കഞ്ഞി ഹിറ്റാവുകയാണ്. TCB കൊടുങ്ങല്ലൂർ. ഇടവേള. വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഗവൺമെന്റ് KQTM കോളേജിലെ ലൈബ്രറി സമുച്ചയം വെള്ളിയാഴ്ച മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ കാലഘട്ടത്തിലേതുൾപ്പെടെയുള്ള വിലപ്പെട്ട പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട്. ഇവയ്ക്ക് പുറമെ ഓൺലൈൻ ശേഖരം, ഒട്ടനവധി പുസ്തകങ്ങളുടെ DVD, CD രൂപങ്ങളും വിപുലമായ റഫറൻസ് ഗ്രന്ഥശേഖരവും ലൈബ്രറിയുടെ സവിശേഷതയാണ്. കുട്ടികൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി നൽകുന്ന പുസ്തക വായ്പാ സംവിധാനവും ലൈബ്രറി എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയും ലൈബ്രറിയുടെ പദ്ധതിയാണ്. സയൻസ് ആൻഡ് ആർട്ട് ലൈബ്രറി, റിസർച്ച് റൂം, ഓഡിയോ വിഷ്വൽ റൂം എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന യുവജന യാത്രയ്ക്ക് തീരമേഖലയിൽ സ്വീകരണം നൽകി. തളിക്കുളത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ KA ഹാറൂൺ റഷീദ് അധ്യക്ഷനായിരുന്നു. പുല്ലാംകുഴൽ വായനയിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ മുരളി നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. തൃപ്രയാറിൽ ഒരുമ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം ബാലചന്ദ്രൻ വടക്കേടത്ത്, ജാഥ വൈസ് ക്യാപ്റ്റൻ PK ഫിറോസ്, ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, CK അഷ്റഫ് അലി എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലിയതുമായ പരിശുദ്ധ ഗാഡലുപ്പെ മാതാവിന്റെ ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ഗാഡലുപ്പെ മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തുങ്കുഴി നേതൃത്വം നൽകി. ഫാദർ പോൾ ആലപ്പാട്ട് സഹകാർമ്മികനായി. ഫാദർ ഡേവിസ് ചിറമൽ സീനിയർ ഊട്ട് നേർച്ച ഭക്ഷണം ആശീർവാദം നടത്തി. തിരുനാളിനോടനുബന്ധിച്ച് 60 ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസിനുള്ള പണം ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിലേക്ക് കൈമാറി. ഒരു നിർധന കുടുംബത്തിന് വീട് പണിയുവാനുള്ള സഹായവും നൽകി. ചിന്തകളെ പ്രണയിച്ചുകൊണ്ട് കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും പറയേണ്ടത് പറയാനും കഴിയുന്ന യുവതലമുറ വളർന്നു വരണമെന്ന് പ്രശസ്ത മാതൃകൻ ഗോപിനാഥ് മുതുക്കാട് അഭിപ്രായപ്പെട്ടു. MES അസ്മാബി കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മികച്ച ലഹരിവിരുദ്ധ ക്ലബ്ബ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അസ്മാബി കോളേജ് ബോട്ടണി വിഭാഗം വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ വേദിയിൽ ആദരിച്ചു. MES ട്രഷറർ V മൊയ്തൂട്ടി അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ PH സിയാവുദ്ദീൻ അഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി PM അബ്ദുൾ സലീം, ആസ്പിൻ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാവക്കാട് നഗരസഭാ പ്രദേശത്ത് 4500 പച്ചക്കറി തൈകൾ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. കൃഷിഭവൻ ഓഫീസിൽ നടന്ന പച്ചക്കറി തൈകളുടെ വിതരണം നഗരസഭാ ചെയർമാൻ NK അക്ബർ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഫീൽഡ് ഓഫീസർ KN നാസർ ഖാൻ, കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPI പ്രതിനിധിയായ MR മോഹനനെ തെരഞ്ഞെടുത്തു. LDFിലെ ധാരണപ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന MK സദാനന്ദൻ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തുടർന്ന് ചേർന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശി അധ്യക്ഷയായി. MK സദാനന്ദൻ, VK അരവിന്ദൻ, ജോൺസൺ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ശ്രീ സുബ്രഹ്മണ്യ പരമേശ്വര ശാസ്താ ക്ഷേത്രത്തിൽ ഷഷ്ഠി മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കരുമാത്ര രാമാനന്ദ സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ കായികമേളയുടെ സമാപനം വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VG സുനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകൻ MB പ്രസാദ്, PV അജിതകുമാരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK ബാബു എന്നിവർ സംസാരിച്ചു. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ ആരംഭിക്കുന്ന 17ാമത് ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന്റെ ധ്വജസ്തംഭ സ്ഥാപന കർമ്മം സത്രഭൂമിയിൽ നടന്നു. ഹിന്ദു നവോത്ഥാൻ പ്രതിഷ്ഠാൻ ട്രസ്റ്റി ബ്രഹ്മർഷി ദേവപാലൻ ചടങ്ങ് നിർവഹിച്ചു. ദേശമംഗലം ഓംകാരാശ്രമം മഠാധിപതി സ്വാമി നിഗമാനന്ദ തീർത്ഥ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ ശുദ്ധജല കുടിവെള്ള പദ്ധതി സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. 37,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. സ്കൂളിന്റെ എല്ലാ നിലകളിലും കുട്ടികൾക്ക് ശുദ്ധീകരിച്ച വെള്ളം ടാപ്പുകളിലൂടെ ലഭിക്കും. ചടങ്ങിൽ പ്രിൻസിപ്പൽ PK റോസമ്മ, ഹെഡ്മാസ്റ്റർ PJ ആന്റണി, PD വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങ് പഞ്ചായത്തും കോട്ടപ്പുറം കിഡ്സും സംയുക്തമായി ഊർജ്ജ സംരക്ഷണ സെമിനാറും റാലിയും സംഘടിപ്പിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് AP ആദർശ് ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജെയ്നി ജോഷി, ഫാദർ സിബിൻ കല്ലറയ്ക്കൽ, ഗ്രേസി ജോയ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് തലത്തിൽ ക്ഷീര കർഷകർക്കായി ഏകദിന ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ രഞ്ജി ജോൺ, KH സലാം, A മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വനിതാ സാംസ്കാരിക വേദി സംയുക്ത കൺവെൻഷൻ വടക്കാഞ്ചേരിയിൽ നടന്നു. പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് E ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറി VP പരമേശ്വരൻ മുഖ്യാതിഥിയായി. V വിജയലക്ഷ്മി, ജോസഫ് മണ്ടശ്ശേരി, CR രാധാകൃഷ്ണൻ, C വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മാള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് ഈ മാസം 16-ന് കൊടിയേറുമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ ദിവസവും രാത്രി തിരുവാതിര കളിയും പാർവതി ദേവിയുടെ നീരാട്ടുയാത്രയും നീരാട്ടും നടക്കും. 23-നാണ് തിരുവാതിര ആഘോഷവും ആറാട്ടും സദ്യയും നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ MD സുധാകരൻ, MP ശശിധരൻ, KK അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് മേഖലയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും മത്സ്യത്തൊഴിലാളി CITU ജില്ലാ പ്രസിഡന്റുമായിരുന്ന K അഹമ്മദ് ചരമ വാർഷിക അനുസ്മരണം ചാവക്കാട് നടന്നു. പ്രൊഫസർ MM നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KH സലാം അധ്യക്ഷത വഹിച്ചു. NK അക്ബർ, TT ശിവദാസൻ, MR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. ജില്ലാ സെക്രട്ടറി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CS അജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ PC ബിനീഷ്, ബാലകൃഷ്ണൻ, CK മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ബാങ്കിംഗ് ധനകാര്യ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രഗത്ഭർ ചേർന്ന് രൂപം കൊടുത്ത സെഞ്ചൂറിയൻ ഫിൻടെക് അക്കാദമിയുടെ തൃശൂർ ശാഖ ഷൊർണൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ഷൊർണൂർ റോഡിലെ സുഹർഷ ടവറിലെ 3-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ഫിൻടെക് അക്കാദമി തൃശൂർ ശാഖയുടെ ഉദ്ഘാടനം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ M മാധവൻകുട്ടി നിർവഹിച്ചു. തൃശൂർ ബിൽഡേഴ്സ് MD KA പത്മകുമാർ, കമ്പനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ UK സേതുമാധവൻ, കമ്പനിയുടെ ബിസിനസ് ഡയറക്ടർ A ലക്ഷ്മണൻ, ഡയറക്ടർ ബിജോയ് തറയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനേജ്മെന്റ് കൺസൾട്ടിംഗ്, ഫിനാൻഷ്യൽ കൺസൾട്ടിംഗ്, ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡഡ് ഫോർ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, കാർഷിക വാണിജ്യ മേഖലയിലേക്കുള്ള എല്ലാവിധ സേവനങ്ങളും, കോർപ്പറേറ്റ് ട്രെയിനിംഗ് അക്കാദമി, വിവിധ ബ്രാഞ്ചുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും കോർപ്പറേറ്റ് ഏജൻസി, ബിസിനസ് അനലിറ്റിക്സ് തുടങ്ങിയവയാണ് കമ്പനിയുടെ പ്രധാന പ്രവർത്തന മേഖലകൾ. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെഞ്ചൂറിയൻ ഫിൻടെക് അക്കാദമി തൃശൂരിന് പുറമെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും.
കടങ്ങോട് മേഖലയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. 4 ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. അന്തിക്കാട് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന കഞ്ചാവ് ലഹരി മരുന്ന് വിൽപ്പന സംഘത്തെ അമർച്ച ചെയ്യാൻ ജാഗ്രതയോടെ പോലീസ്. ലഹരി മാഫിയയുടെ വേരറുക്കാൻ പൊതുജനങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് പോലീസ്. പാലപ്പള്ളി എച്ചിപ്പാറയിൽ പുലിയിറങ്ങി പോത്തിനെ കൊന്നു. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നു. വർഷങ്ങളായുള്ള ജനകീയ ആവശ്യത്തിന് സർക്കാരിന്റെ പച്ചക്കൊടി. പരിയാരം വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുമതിയായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.